ശ്രീമതി ടീച്ചർക്ക് എതിരെയുണ്ടായ വ്യാജവാർത്ത പിതൃശൂന്യമെന്ന് മുതിർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. ഏതൊരു സ്ത്രീക്കും അന്തസ്സുണ്ട്, അതിനെ അപമാനിക്കുകയാണ് ചെയ്തത്. വ്യാജവാർത്ത ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. നിജസ്ഥിതി അന്വേഷിക്കേണ്ട മര്യാദ കാട്ടണമായിരുന്നു. തിരുത്തിയാലും അംഗീകരിക്കാൻ കഴിയില്ല. സ്ത്രീകളുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന സർക്കാരാണ് UDF സർക്കാരെങ്കിൽ അടിയന്തരമായി കേസെടുക്കണമെന്നും MV ജയരാജൻ ആവശ്യപ്പെട്ടു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്നും പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ അപമാനിക്കും വിധത്തിലാണ് ആ വാർത്തയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിതൃശൂന്യമായ വാർത്തയാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ അപമാനിക്കും വിധത്തിലാണ്. ഏതൊരു സ്ത്രീക്കും അന്തസ്സുണ്ട്. ആ അന്തസ്സിനെയാണ് ജനം TVയും മറ്റിതര ഓൺലൈൻ മാധ്യമങ്ങളും ചില അച്ചടി പത്രവും അപമാനിച്ചത്. PR കൃഷ്ണൻ 2ാം കേരള നിയമസഭയിൽ MLA ആയിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യ PK ശ്രീമതി പെൻഷൻ വാങ്ങുന്നുണ്ട്. ആ PK ശ്രീമതി മുൻ മന്ത്രി PK ശ്രീമതി ടീച്ചറാണെന്ന വ്യാജ വാർത്ത കൊടുത്തത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു വാർത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് കൊടുക്കുമ്പോൾ ആ വ്യക്തിയോട് നിജസ്ഥിതി അന്വേഷിക്കാനുള്ള മര്യാദയെങ്കിലും മാധ്യമ പ്രവർത്തകർ കാട്ടണം. ആ മര്യാദ കാട്ടിയിരുന്നുവെങ്കിൽ ഈ ദാമോദരൻ മാസ്റ്ററുടെ ഭാര്യയായ PK ശ്രീമതി ടീച്ചർ PR കൃഷ്ണന്റെ ഭാര്യ ആകുമായിരുന്നില്ല. സ്വന്തം ഭർത്താവിന്റെ പേര് മാറ്റി ഒരു സ്ത്രീയെ അപമാനിക്കും വിധത്തിലാണ് ജനം TV അടക്കമുള്ളവർ ചെയ്ത വാർത്താ നിർമ്മിതി. ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല. പിതൃശൂന്യ വാർത്തയാണ്. അതവർ തിരുത്തിയാലും പൊറുക്കാൻ കഴിയില്ല. ആ പാവപ്പെട്ട ജനങ്ങളാകെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെ, അതിന്റെ അന്തസ്സിനെ അപമാനിക്കും വിധത്തിൽ വാർത്ത കൊടുത്ത ആളുകളുടെ പേരിൽ ഇന്നത്തെ IT നിയമമനുസരിച്ച് തന്നെ പോലീസിന് കേസെടുക്കാൻ കഴിയുകയാണ്. അതുകൊണ്ടാണ് ശ്രീമതി ടീച്ചർ DGP അടക്കമുള്ള പോലീസ് അധികാരികൾക്ക് പരാതി കൊടുത്തത്. സ്ത്രീകളുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന സർക്കാരാണ് UDF സർക്കാർ എങ്കിൽ അടിയന്തരമായി കേസെടുക്കണം. അതാണ് സർക്കാർ ചെയ്യേണ്ടത്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ മരിച്ചു എന്ന് ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ എന്റെ ഫോണിലേക്ക് നിങ്ങൾ വിളിക്കണം. എന്റെ ഫോൺ നമ്പർ 9447083325 ആണ്. വ്യാജമായി ഇങ്ങനെ കൊടുക്കുന്നവരുള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരല്ല, പക്ഷെ ഇങ്ങനെ ചെയ്യുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്.